മരം വീണ് ചാവാതിരിക്കാൻ പിടിച്ചു മാറ്റിയതിനോ? ജീവൻ രക്ഷിച്ചതിന് അടിയും വാങ്ങി നിൽക്കുന്നു. ഇതിനേക്കാൾ ഈ മരച്ചില് വീഴട്ടെന്ന് കരുതി കൂടായിരുന്നോ നിനക്ക്? എടാ, മക്കള് ചതിച്ചാലും മരം ചതിക്കില്ല. അച്ഛാ, രാഷ്ട്രീയക്കാരനാണെന്ന് വെച്ച് ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത്. വന്ദന ഈ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ പുച്ഛിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടും അച്ഛന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് രക്ഷിച്ച ഇവളുടെ മനസ്സുണ്ടല്ലോ, അത് കാണാതിരുന്ന ശാപം കിട്ടും. ശാപം പിടിച്ച ഒരു തീ തറവാളിലേക്ക് വലത് കാല് വെച്ച് കയറില്ലേ, അതിന്റെ ഫലമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഒടിയാത്ത മരക്കൊമ്പൊതിയുന്നു, പിറക്കാനിരുന്ന പേരക്കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ ചത്തൊടുങ്ങുന്നു. വേണ്ട, എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയിപ്പിക്കരുത് നീ. വന്ദനെ, നീ ചെയ്തതാണ് തെറ്റ്. ഈ മുറിഞ്ഞു വീണ് കിടക്കുന്ന മരക്കൊമ്പ് വെട്ടി തന്നെ തെക്കേപ്പറമ്പിലെ മുൻ MLA കരുണാകരക്കുറുപ്പിന് ചിതയൊരുക്കായിരുന്നു. ഒരു പൊതുദർശനവും അനുശോചനവും കഴിയുമ്പോ നാട് വെട്ടിപ്പിടിച്ചെന്ന് അഹങ്കരിച്ച് നടക്കുന്ന കരുണാകരക്കുറുപ്പിനെ ജനങ്ങൾ മറന്നു തുടങ്ങിയനെ. എന്റെ ചിതേരിയാൻ കാത്തിരിക്കുകയാണ് നീയെന്ന് എനിക്കിപ്പം മനസ്സിലാടാ. ഈ ശാപം പിടിച്ചവൾ ഈ വീട്ടിലുള്ളപ്പോ ഉറുപ്പിനല്ലെങ്കിലും മരണഭയമാ. ഓരോ ചൂട് വയ്ക്കുമ്പോഴും ഉഗ്രവിഷമുള്ള കരിനാഗം ചുരുണ്ട് കിടപ്പുണ്ടോന്ന് ഭയം. മോനെ, നിനക്ക് അച്ഛന്റെ വക ഒരു ഉപദേശം തരാം. നിനക്ക് ആയുസെത്തിച്ചാകണമെങ്കിൽ ഈ നശിച്ച ജന്മത്തെ കയ്യും കാലും വരിഞ്ഞു കെട്ടി എവിടെയെങ്കിലും കൊണ്ട് കളയണം. വേണ്ട, ഇനി എന്റെ പേരില് അച്ഛനും മകനും കൂടെ തല്ലുകൂടണ്ട. അവസാനം അതും എന്റെ ജന്മദോഷം കൊണ്ടാണെന്ന് വരും. അച്ഛാ, ഒരാളെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. ഇപ്പൊ അച്ഛനും ഏട്ടനും തമ്മിൽ ഏറ്റുമുട്ടാനും തുടങ്ങി. നിന്റെ അച്ഛനെ ആ മരക്കൊമ്പ തലയിൽ വീണ് ചാവാതെ രക്ഷിച്ചത് അവള്. എന്തെങ്കിലും പറ്റിയോ ഏട്ടാ? കണ്ടില്ലേ, ചത്തിട്ടില്ല. കരുതിയിരുന്നോ, ചിലരുടെയൊക്കെ ശാപദോഷങ്ങൾ ഈ കുടുംബത്തിലും ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ സംഭവിക്കുന്നു ആലോചിക്കുമ്പോ പേടിയാവുക. താലികെട്ടാൻ വന്ന രാജീവും പെരുവഴിയിൽ ചത്തു വീണു. കൂട്ടത്തിലെ തള്ളയും ചത്തു. ഹരിതേ, നീ മിണ്ടരുത്. കേറിപ്പോവത്ത്. വന്ദനെ, നീ ജഗനെയും കുട്ടി അകത്തേക്ക് പറ്റൂ. എന്താ ചന്ദ്ര മുഖത്തൊരു ഭയമുള്ളതുപോലെ? ഒന്നുമില്ല മാധവേട്ട, മാധവേട്ടന് വെറുതെ തോന്നുന്നതാ. ആ, ക്ഷത്രിയ രക്തമല്ലേ, അത്ര പെട്ടെന്നൊന്നും പേടിക്കില്ലെന്ന് എനിക്കറിയാം. ആ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കേറ്. മനോജാണല്ലോ. ആ, എടുക്ക്. മോനെ, എന്തു പറ്റിയിടാ? അമ്മ എത്തിയോ? ഇല്ല, ദേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോന്നേ ഉള്ളൂ. അമ്മേ, പറ്റുമെങ്കിൽ അമ്മ ഹരിതയെ ഒന്ന് കാണണം. അത് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. മോനെ, അത്
അമ്മ അവളോട് സംസാരിച്ച അവളുടെ മനസ്സ് മാറും അമ്മേ. കുറുപ്പിന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്നെയും നിന്റെ അച്ഛനെയും ആ വീട്ടിലേക്ക് കയറ്റോന്ന് തന്നെ അറിയില്ല. പിന്നെയല്ലേ ഹരിതയോട് സംസാരിക്കുന്നത്. എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കമ്മേ. മോനെ, അമ്മ അതിനും കൂടിയാ ആ വീട്ടിലേക്ക് പോന്നെ. ഹരിതയോട് അമ്മ അത് ഉറപ്പായി സംസാരിക്കും. സംസാരിച്ച തീരാവുന്ന പ്രശ്നമാണ് നിങ്ങൾ തമ്മിലെങ്കിൽ അമ്മ അത് പരിഹരിച്ചിട്ടേ വരൂ. അമ്മേ, ഹരിത ഒരു പാവമാ. വീട്ടുകാരെ പേടിച്ച് അവള് നിൽക്കുന്നത്. ഞാനെന്ന് പറഞ്ഞ ജീവനാ അവക്ക്. അതുപോലെ എനിക്കും. അമ്മ പറഞ്ഞ ഹരിത കേൾക്കും. അല്ല, പറ്റുമെങ്കിൽ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അമ്മ ഹരിതയെ കൂടെ കൂട്ടണം. ഞാൻ നോക്കാം മോനെ. ശരി അമ്മേ. ശരി. പാവ, അവൻ ബോധപൂർവം ചെയ്യുന്നതല്ല ഒന്നും. എല്ലാം പാകതയില്ലായ്മയുടെ കുഴപ്പമാ. അങ്ങനെയൊക്കെ ന്യായീകരിക്കാം മാധവേട്ട. ഒരു കുടുംബത്തിലെ ഇളയ മകന് പാകത വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രേമിച്ച് നടക്കുന്ന സമയത്ത് കാമുകനും അത് അനിവാര്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ താലി കെട്ടിയ ഭർത്താവിന് പാകത വേണം. അവിടെ മനോജിന് പിഴച്ചത്. പറ്റുമെങ്കിൽ എന്തായാലും ഹരിതയോടൊന്ന് സംസാരിക്കണം. നോക്കാം.